കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ഞായറാഴ്ചയുടെ പകലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനേക ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ അവയെപ്പറ്റി ഒരു പരാമർശനം അല്ലെങ്കിൽ ഒരു വിമർശനം നടത്തുവാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുക്കം പേരേ ഉള്ളൂ നമ്മൾ. എങ്കിലും പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് 2 തിമോത്തിയോസ് 2:8 വാക്യം നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് ഇത്. അതോടൊപ്പം തന്നെ ഏറെ പ്രാചുര്യം നേടിയ വേദഭാഗവും വളരെ പ്രധാനപ്പെട്ട വേദഭാഗം കൂടിയാണ് ഇത്. നമുക്കറിയാം, സഭയുടെ വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന്. വിശ്വാസത്താൽ പുനരുത്ഥാനം നടന്നു എന്ന് പറയുകയല്ല, പുനരുത്ഥാനമാണ് നമ്മുടെ വിശ്വാസം ഉളവാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഏതാണ്ട് 2000 വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന ഒരു സംഗതിയായിട്ടല്ല, ഇപ്പോൾ നടന്ന ഒരു സംഗതിയായി ഞാനും നിങ്ങളും അതിനെ കാണണം എന്നുള്ളതാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന ഒരു സംഗതി ഇപ്പോൾ നടന്ന ഒരു പ്രധാന സംഭവമായി കാണുക എന്നുള്ളതാണ്. പുനരുത്ഥാനവും ഇപ്പോൾ നടന്ന ഒരു സംഭവമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് അർത്ഥവത്തായി തീരുകയുള്ളൂ. ഉയർപ്പിൻ്റെ സന്ദേശം എന്താണ്? ഭയപ്പെടേണ്ട എന്നാണ്, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം എന്നാണ് ദൂതൻ നൽകിയിരിക്കുന്നതെങ്കിൽ ഉയർപ്പിൻ്റെ സന്ദേശവും അതുതന്നെയാണ്. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയിർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5-6 വേദഭാഗങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചവർ വിചാരിച്ചത് ശിഷ്യന്മാർ ശരീരം മോഷ്ടിച്ചിട്ട് യേശു ഉയർത്തു എന്ന് പറയുമെന്നായിരുന്നു. അതുകൊണ്ട് അവർ കല്ലറ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ കല്ലറയ്ക്ക് പടയാളികളെ കാവൽ നിർത്തി. കല്ലറ റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ച് ഉറപ്പാക്കി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ശിഷ്യന്മാർക്ക് പകരം ദൈവദൂതന്മാർ ഇറങ്ങി കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സഭയുടെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കാരണം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ സുവിശേഷം വ്യർത്ഥവും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പട്ടപൂജ്യവുമാകുമായിരുന്നു, അല്ലേ? എത്ര പേര് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്? ക്രൂശാണ് യേശുക്രിസ്തുവിനെ പുനരുത്ഥാനത്തിലേക്ക് നയിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മരണം സാധാരണക്കാരൻ മരിക്കുന്നത് പോലെയുള്ള ഒരു മരണമായിരുന്നില്ല. നമുക്കേവർക്കും അതറിയാം. യേശുക്രിസ്തുവിൻ്റെ മരണം ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. ലോകത്തെ രക്ഷിപ്പാനും ലോകത്തെ വിധിപ്പാനും മരണത്തിൻ്റെ അധികാരിയായ സാത്താനെ നീക്കിക്കളയുവാനുമുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു
യേശുക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ സംബന്ധിച്ച് ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് കാരണം? ഉയർത്തെഴുന്നേറ്റ യേശു പ്രത്യക്ഷപ്പെട്ട വ്യക്തികളിലെല്ലാം എന്തെന്നില്ലാത്ത മാറ്റം അഥവാ രൂപാന്തരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മിൽ പലരും ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളവരാണ്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഭൂരിഭാഗവും യേശുക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യമായതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് നമുക്ക് ധൈര്യമായി പറയാം. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അല്ലേ? നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം നോക്കിക്കേ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ നോക്കിക്കാട്ടെ. വായിക്കണം എന്നില്ല. അവിടെ മറിയ കല്ലറിയുടെ സമീപത്ത് കരഞ്ഞുകൊണ്ടു നിന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ ചിന്ത മരിച്ചുപോയ യേശുക്രിസ്തുവാണ്. ഈ അതിരാവിലെ സമയത്ത് അവളുടെ കരച്ചിലിന് കാരണം യേശുക്രിസ്തുവിൻ്റെ ജഡത്തെ സംബന്ധിച്ച, അല്ലേ? അവൻ്റെ മൃതശരീരം കാണുന്നില്ല. അവൾ അവിടെ വന്നത് യേശുക്രിസ്തുവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധം പൂശുവാനായിട്ടാണ്. യേശുക്രിസ്തു ഈ കല്ലറയിൽ ഇരിക്കേണ്ടവനാണോ? ഒരിക്കലുമല്ല. താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് അവൾ ഗ്രഹിച്ചിരുന്നില്ല. പലരും യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് ഇപ്രകാരമാണ്: ജീവനുള്ളവനെ ഉയർത്തെഴുന്നേറ്റവനെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനെ അന്വേഷിക്കുന്നത് മരിച്ചവരുടെ ഇടയിലാണ്. ഇന്നും അനേകർക്ക് സംഭവിക്കുന്ന ഒരു വലിയ പരാജയമാണ്, അല്ലേ? മരിച്ചവരുടെ അടുക്കൽ പോയാൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുകയില്ല. നോക്കിക്കേ, അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയയുടെ അടുക്കൽ കർത്താവ് വന്നു. യേശു നിൽക്കുന്നത് അവൾ കണ്ടു. യേശു എന്നും അറിഞ്ഞില്ല താനും. അവളുടെ കണ്ണുനീർ കാരണം അവൾക്ക് യേശുവിനെ മനസ്സിലായില്ല. യേശുക്രിസ്തു മരണത്തെ ജയിച്ചിരിക്കുന്നു. അവൻ സാത്താനെ തോൽപ്പിച്ചു. യേശു മഹത്വീകരിക്കപ്പെട്ടു. നമ്മുടെ കണ്ണുനീർ ദൈവമഹത്വവും നിത്യജീവനും കാണുവാൻ തടസ്സമാകരുത് കേട്ടോ. നമ്മുടെ കണ്ണുനീർ ദൈവ തേജസ് കാണാൻ മുഖാന്തരമായി തീരണം. അവൾ തന്നെ മനസ്സിലാക്കാതെ വന്നപ്പോൾ യേശു അവരോടുകൂടെ നടന്നപ്പോൾ അവളെ വിളിക്കാറുണ്ടായിരുന്നത് പോലെ സ്നേഹമേറിയ ഒരു വിളിച്ചു. എന്തായിരുന്നു? മറിയയെ. അവൾ വിളി കേട്ട മാത്രയിൽ അവൾക്ക് യേശുവിനെ മനസ്സിലായി. ആ വിളി കേട്ട മാത്രയിൽ അവളുടെ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത ഒരു വലിയ മാറ്റമുണ്ടായി എന്ന് ചിന്തിക്കാം. മറിയയുടെ സന്തോഷത്തിന് അതിര് ഇല്ലായിരുന്നു. അവൾ യേശുവിനെ കെട്ടിപ്പിടിക്കുവാൻ തുടങ്ങുന്നു. യേശു അവളോട്, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തി തരുന്നെങ്കിൽ മാത്രമേ നമുക്കിന്ന് അവനെ മനസ്സിലാവുകയുള്ളൂ. സുവിശേഷത്തിൻ്റെ മൃദുസ്വരത്തിൽ കൂടി നമുക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. വേറൊരു കൂട്ടം ആളുകൾക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ ഇപ്രകാരം ഒരു വിളി മാത്രം പോരാ. പിന്നെന്ത് വേണം? ഒരു അതിശയമൊക്കെ നടക്കണം. ഇന്ന് അനേകരെ അതിശയത്തിൻ്റെ പുറകിലാണ്. വിശുദ്ധ യോഹന്നാൻ 21-ാം അധ്യായം നാം വായിച്ചാൽ ഒരു അതിശയം നടക്കുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിനോടുകൂടെ നടന്ന ശിഷ്യന്മാർ കർത്താവിൻ്റെ മരണത്തോടുകൂടെ നിരാശരായിപ്പോയി.
അവരുടെ പ്രതീക്ഷ യേശു ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും അവർ ആ രാജ്യത്തിലെ പ്രധാനികളായി തീരുമെന്നും ഒക്കെയായിരുന്നു, അല്ലേ? അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി യേശു മരിച്ചല്ലോ എന്ന് വിചാരിച്ച് അവർ പഴയ തൊഴിലായ മീൻപിടുത്തത്തിന് പോവുകയുണ്ടായി. അവരെ അങ്ങനെ അയക്കുവാൻ യേശുവും തുനിഞ്ഞില്ല. രാത്രി മുഴുവനും പത്രോസും കൂട്ടുകാരും മീൻ പിടിക്കുവാൻ ശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പുലർച്ചെയായപ്പോൾ ഒരാൾ കടൽക്കരയിൽ വന്നു നിന്നു. ശിഷ്യന്മാർക്ക് ഈ ആളിനെ കാണാമായിരുന്നു, എന്നാൽ മനസ്സിലായില്ല. കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചിട്ടും ആളിനെ പിടികിട്ടിയില്ല, മനസ്സിലായില്ല. മറിയയ്ക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ ഒരു മൃദുസ്വരം മതിയായിരുന്നു. ഇവിടെ ഒരു സ്വരം പോരായിരുന്നു. അപ്പോൾ ആ വന്നു നിന്ന ആൾ പടകിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. അവിടെ ഒരു അതിശയം നടന്നു. അവർ പെരുത്ത മീൻകൂട്ടത്തെ പിടിച്ചെടുത്തു. ഇത് കണ്ടപ്പോൾ അവർക്ക് കരയ്ക്ക് നിൽക്കുന്ന ആളിനെ മനസ്സിലായി. യേശു സ്നേഹിച്ച ശിഷ്യൻ പറയുന്നു, അത് കർത്താവാകുന്നു. ദിനംപ്രതി നാം എത്ര വിളികൾ കേൾക്കുകയും അതിശയം കാണുകയും ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കർത്താവ് അവർക്ക് പുതിയ ഒരു ജോലി കൊടുത്തു. എന്താണ്? എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വയം വെളിപ്പെടുത്തി കൊടുത്ത മറ്റൊരു വിവരണം ഉണ്ട്. അതായത് എമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ പ്രത്യക്ഷത. ഈ രണ്ടാളുകൾ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരിൽ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ക്ലയോപ്പാവ്. ഒരുപക്ഷെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നിരിക്കാം. ഇവർ 12 പേരുടെ കൂട്ടത്തിൽ പെട്ടവരല്ല. കാരണം യേശുക്രിസ്തുവിനെ കണ്ട അവർ ഉടനെ തന്നെ തങ്ങൾ യേശുവിനെ കണ്ട വിവരം ശിഷ്യന്മാരോട് അറിയിക്കുവാൻ യെരുശലേമിലേക്ക് ഓടുക എത്ര ചെയ്തത്, അല്ലേ? ഈ രണ്ടാളുകൾ പ്രസിദ്ധരായിരുന്നില്ല. ആയിരുന്നെങ്കിൽ അവർ സഭയിൽ എന്ത് സ്ഥാനം വഹിച്ചിരുന്നു എന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ ആ സഭയെ സംബന്ധിച്ച് അവർ സംസാരിക്കുമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സ്വഭാവ മാഹാത്മ്യം എന്തെന്ന് വെച്ചാൽ അവൻ പേരും പെരുമയും ഇല്ലാത്ത സാധാരണക്കാർക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നോക്കിക്കേ, പേരും പെരുമയും ഒന്നുമില്ലാത്ത സാധാരണക്കാർക്ക് പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ കർത്താവ്. ഈ രണ്ട് യാത്രക്കാരുടെ അവസ്ഥ പരിശോധിച്ചാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവർ പ്രത്യാശ ഉള്ളവരായിരുന്നു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ യേശു തന്നെയാണ് എന്ന് അവർ പ്രത്യാശിച്ചിരുന്നു. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയും എന്നവൻ പറഞ്ഞത് അവർ ഓർക്കുന്നുണ്ട്. എന്നാൽ 3-ാം ദിവസത്തെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്ന് ഉള്ള ഭാരമാണ് ഈ ശിഷ്യന്മാരെ ഭരിക്കുന്നത്. അതാണ് അവരുടെ നിരാശയ്ക്ക് കാരണം. പ്രത്യാശയില്ലെന്ന് മാത്രമല്ല, അവർ വാടിയ മുഖത്തോടുകൂടി നിന്നു. അവർക്ക് സന്തോഷമില്ലായിരുന്നു. കർത്താവ് താനും അടുത്തിയെന്ന് അവരോട് നിങ്ങൾ വാടിയിരിക്കുന്നത് എന്ത് എന്ന് തിരക്കുന്നു. ആർദ്രതയുള്ള യേശു, ആത്മാവിനെ സ്നേഹിക്കുന്ന കർത്താവ് അവരുടെ വാടിയ മുഖത്തെ ആദരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിൻ്റെ വാടിയ മുഖത്തെ ആദരിക്കുന്ന ഒരു കർത്താവാണ് നിനക്കുള്ളത്. നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് എന്ത് എന്ന് അന്വേഷിക്കുന്ന ഒരു വലിയ കർത്താവാണ് നമുക്കുള്ളത്. മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കർത്താവുണ്ടായിരുന്നപ്പോൾ പ്രത്യാശയുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. കർത്താവില്ലല്ലോ എന്ന ചിന്ത, പ്രത്യാശയില്ല, സന്തോഷമില്ല, മുഖം വാടിയിരിക്കുന്നു. എങ്കിലും അവർ ആഗ്രഹമുള്ളവരായിരുന്നു. ആ യാത്രയിൽ അവരുടെ സംസാരം മുഴുവൻ യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. അവനെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇടയ്ക്ക് ഒരു ബെല്ല് വന്നതുകൊണ്ട്
അല്പം പ്രയാസമുണ്ടായി. ദൈവനാമത്തിൽ അത് ക്ഷമിച്ചാലും നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. നമുക്കറിയാം, ഇവിടെ നാം പറഞ്ഞത് ഇങ്ങനെ കർത്താവിനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള അവരുടെ ആഗ്രഹം അങ്ങനെ തുടർന്നപ്പോൾ ഒരു അപരിചിതൻ അവരോട് ചേർന്ന് കടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവരുടെ സഹയാത്രക്കാരൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം നോക്കിക്കേ, 24-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങളിൽ അതേപ്പറ്റി വളരെ മനോഹരമായിട്ട് വൈദ്യനായ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. അവൻ തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ അവരുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ വരിയാത്രക്കാർ ആ അപരിചിതനെ അവരുടെ കൂടെ താമസിക്കുവാൻ ക്ഷണിച്ചു. ക്ഷീണിച്ചു വന്ന വരിയാത്രക്കാർ ഭക്ഷണം കഴിച്ച സമയത്ത് അവരുടെ സഹയാത്രികൻ ക്രിസ്തു ആയിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഉടനെ തന്നെ യേശു അപ്രത്യക്ഷനായി. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് അവരിൽ എന്തു മാറ്റം സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ടില്ല. അപ്പം എടുത്തപ്പോഴായിരിക്കാം അവൻ്റെ കൈകളിലെ ആണിപ്പാട് അവർ കണ്ടത്. കർത്താവ് ഇവിടെ അപ്പം എടുത്ത് ആയിരങ്ങളെ പോഷിപ്പിച്ചില്ല. അത്ഭുതങ്ങളിൽ കൂടെയല്ല, എന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂടെ അവർ ക്രിസ്തുവിനെ കണ്ടു. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, ഇടപാടുകളിൽ, സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങലിൽ കൂടി മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം, അല്ലേ? ഒരിക്കൽ ക്രിസ്തു ഉണ്ടായിരുന്നു, അന്ന് പ്രത്യാശയുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്തുവില്ലല്ലോ എന്ന ചിന്ത, നിരാശ, മ്ലാനത, അങ്ങനെയുള്ളവരുടെ സമീപേ ക്രിസ്തു എന്ന് നിങ്ങൾ വാടിയിരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കും. നമ്മുടെ രോഗങ്ങൾ, പരീക്ഷകൾ, മോഹഭംഗം എല്ലാം ഈ കർത്താവിനെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കോണം കഴിയും. കർത്താവിനെ കണ്ട ശിഷ്യന്മാരുടെ നിരാശ മാറി, മ്ലാനത മാറി, അവർക്ക് സമാധാനവും കർത്താവിനോടുള്ള കൂട്ടായ്മയും ലഭിച്ചു. ദൈവവചനം അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. ചുരുക്കത്തിൽ അവരുടെ ജീവിതത്തിന് വിലയും അർത്ഥവും വ്യക്തതയും ഒക്കെ ഉണ്ടായി. യേശുക്രിസ്തുവിനെ കണ്ട ആ രണ്ടാളുകൾ ആ നാഴികയിൽ തന്നെ തങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് സാക്ഷിക്കുവാൻ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തുടരാം. ക്രിസ്തുവിലുള്ള സമാധാനവും സന്തോഷവും പ്രത്യാശയും ഒക്കെ അനുഭവിച്ച്, അതെ, ഈ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു, മരിച്ചടക്കപ്പെട്ട് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഓർത്തുകൊള്ളുക എന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് കത്തെഴുതുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. അതെ, ഈ നല്ല ഞായറാഴ്ച നമ്മുടെ കർത്താവിനെ ഓർക്കുവാൻ, സ്തുതിക്കുവാൻ, ബഹുമാനം അണിയിക്കുവാൻ, സ്തോത്രമണിയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇത് കേവലം ഒരു ആഘോഷമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ മാറ്റത്തിൻ്റെ അനുഭവമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ അടയാളമാണ്. ഈ നല്ല ഞായറാഴ്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടുകൂടി നമുക്കവനെ ആരാധിക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.